ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? രാവിലെ തന്നെ ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഇന്ന് മോർണിംഗ് മോളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചപ്പം എടുത്ത ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഇത്. ഇന്നലെ ചെയ്ത പണികളാണ്. ഈ ചെടികളൊക്കെ എടുത്തിട്ട് ഞാൻ കുറേ ചെടികൾ സിറ്റ് ഔട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ മയത്ത് അഗ്ലോണിമ ചീഞ്ഞ് പോകുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ് കേട്ടോ. ആര് പറഞ്ഞാൽ നമ്മൾ കേൾക്കണമല്ലോ. എനിക്കിതുവരെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചീഞ്ഞ് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് കയറ്റി വെച്ചു, കാരണം അഥവാ പോയാലോ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയും തോന്നുന്നു കേട്ടോ, ഇങ്ങനെ വെച്ച് കാണാൻ. അപ്പോൾ അന്ന് ചെറിയൊരു വ്ളോഗാണ്. നമ്മുടെ കുറ്റിക്കുരുമുളകൊക്കെ വീണ്ടും കുറേ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വ്ളോഗ് എടുത്താണ് കേട്ടോ. സംഭവം ഇത് വെച്ചപ്പം എന്താ അറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലുണ്ട്. സിറ്റ് ഔട്ടിനൊരു എന്തോ ഒരു പ്രത്യേകത വന്നപ്പോലെ. ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല ഈ അഗ്ലോണിമകളൊന്നും. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ കുറേ വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെറൈറ്റികളാണ് എൻ്റെ കയ്യിലുള്ളത്. വേറെയും കുറച്ചും കൂടെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉള്ളത് മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താണ്. പിന്നെ സിറ്റ് ഔട്ടിലേക്ക് ഞാനും അങ്ങനെ എപ്പോഴും വരലില്ല. പിന്നെ നമ്മൾ റോസ് തിന്ന് മുടിക്കാനായിട്ടൊരു പുഴു വന്നിട്ടുണ്ട് കേട്ടോ. ആ പുഴുക്കൾ നിറച്ച് വന്നിട്ട് ഫുള്ള് തിന്ന് തീർക്കുക ചെയ്യുക. പിന്നെ ഞാനിന്ന് കൊന്നാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വീഡിയോയിലൊന്ന് കാട്ടിയെന്നുള്ളൂ. ആ പുഴുവാണ് ഫുള്ള് തിന്ന് തീർക്കല് നമ്മളെ ലൈഫൊക്കെ. നമ്മുടെ കുറ്റിക്കുരുമുളക് കണ്ടോ, നിറച്ച് തോക്ക വന്നിട്ടുണ്ട്. തോക്കാന്ന് തന്നെ ഇതിന് പറയാം, ഞങ്ങൾ തോക്കാന്നാണ് പറയാം. നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാനിപ്പോൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ടിട്ടില്ല. എന്തിന് കൊടുക്കണ വളം എല്ലുപൊടി, പിന്നെ അതേപോലെ ചാണകപ്പൊടിയൊക്കെയാണ് കൊടുക്കുക. എന്നാൽ തന്നെ പിന്നെ ഉഷാറായിട്ടുണ്ടാവും. അതിൽ കുറേ മുളച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റ് ഇതൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കുരു വീണതിൽ കുറച്ച് മുളച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കുറ്റിക്കുരുമുളക്. നിറച്ച് പൂട്ടിട്ടുണ്ട്, നിറച്ച് തോക്ക വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഇപ്പോൾ ഞാൻ വാങ്ങലും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാണ് സാധാരണ ചെയ്യൽ. ഇപ്പോൾ ഞാനങ്ങനെ കൊണ്ടുവരലില്ല, കാരണം ഇവിടെ തന്നെ ഈ ചെടി കുരുമുളക് തന്നെ ഇഷ്ടംപോലെ എൻ്റെ ആവശ്യങ്ങൾക്കുള്ളത് എനിക്ക് കിട്ടലുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവരാറില്ല. അപ്പോൾ കുരുമുളക് ഇല്ലാത്തവർ ഒന്നോ രണ്ടോ ചെടികളൊക്കെ വാങ്ങി വെക്കുക. ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്കിത് നമ്മളെ ആവശ്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെയല്ലേ. പിന്നെ ഇതിൻ്റെ കുരുമുളക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റുമാണ്. അപ്പോൾ ഇത് വളർത്താൻ വേണ്ടി അധികം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ കയറ്റി വിടാൻ തെങ്ങുമല്ല കവുങ്ങൊക്കെ വേണമായിരുന്നു. അതേപോലെ ഒരു കൃഷി പോലെ തന്നെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനത്തെ സീനൊന്നുമില്ലല്ലോ. ഇതേപോലെ ചെടി കുരുമുളക് വാങ്ങിയിട്ട് ചട്ടിയിലൊക്കെ നമുക്ക് ഏത് സ്ഥലം ഇല്ലാത്തോട്ട് വളർത്താം. എൻ്റെ ഒരു അറിവ് വെച്ചതിന് അധികം വെയിൽ വേണ്ട, അതേപോലെ അധികം ഷെയ്ഡും വേണ്ട. കുറച്ചൊരു മീഡിയം ലെവലിൽ മതി. ടെറസിമിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കായൊക്കെ ഉണ്ടാവും, പക്ഷേ ഇല ഇങ്ങനെ ഉണങ്ങി പോകുന്നത് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം താഴെ കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പം ഇവിടെ മഴക്കാലമായിട്ടാണോ അറിയില്ല, നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറേ ആയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് ഇതിൽ തന്നെയാണ് ഉണ്ടാവില്ല. ഇപ്പം ഇവിടെയുള്ള ഭീഷണി പറഞ്ഞ ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ മുഴുവൻ പറിച്ച് കളയാനാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഇതൊന്നായിട്ട് ഇങ്ങനെ തൂങ്ങി വരും. അപ്പം മോൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവൾ പറയേണ്ടത് കൊടുക്കരുത്, എനിക്ക് ഇഷ്ടപ്പെട്ട ചെടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താ ചെയ്യാന്ന് അറിയില്ല. കുറച്ച് പറിക്കണം എന്തായാലും, അല്ലാതെ ആ കുരുമുളകിനൊരു ഇത് കിട്ടൂല. പിന്നെ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ആ ചെടി എനിക്കും ഇഷ്ടമാണ്. ആ ചെടി ശരിക്കും പേഴ്സണലി നല്ല ഇഷ്ടമാണ്. പക്ഷെ അതിങ്ങനെ തൂങ്ങി ഇങ്ങനെ ഒന്നായിട്ട് വീണതുകൊണ്ട് എനിക്കാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇത് അങ്ങനെ ആരും വല്ലാതെ കുറേ ആളോടെ വാങ്ങണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബോർഡറായിട്ടും അതേപോലെ ഷോവാളിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് നല്ല രസമുണ്ട് വെക്കുമ്പോൾ. ഇതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ വേണ്ട കയറി കൈയിടാൻ വയ്യ, കാരണം പുഴുക്കള ഒരു സീസൺ ആയിട്ടുണ്ട് ഇപ്പോൾ. ആ ചെടിമ്മലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് പുഴുക്കള കണ്ടോ. പിന്നെ തന്നെ കുരുമുളക് ആദ്യം ഉണ്ടായ കുരുമുളകൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ, മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പറിച്ചേക്കണം. അപ്പോഴത്തേക്ക് എല്ലാ സമയത്തും കുരുമുളക് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പിന്നെ മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ നമ്മൾ പച്ചക്കുരുമുളക് അരച്ചിട്ടൊക്കെ മീനൊക്കെ പൊരിക്കൂലേ, അപ്പോൾ അതിലേക്കൊക്കെ ഒരു കുരുമുളക് വേണമെങ്കിൽ ഈ മരത്തുമ്മൽ ഉണ്ടാവും കേട്ടോ. അതാ പറഞ്ഞത് ഞാൻ, നമുക്കിത് ഉണ്ടായ ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ അഗ്ലോണിമക്ക് തൈകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിൽ DAP ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. DAP ഞാനിപ്പോൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കലുണ്ട്. നല്ല ഗ്രോത്ത് തോന്നലുണ്ട് എനിക്ക് DAP ഇടുമ്പോൾ. ഇലയൊക്കെ ഒന്ന് വലുതായ പോലെയൊക്കെ തോന്നും. ചെടികളും ഇലകളൊക്കെ ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.